അശ്ലീലം എന്ന വാക്കിന്റെ അർത്ഥം ശീലമില്ലാത്തത്, വൃത്തികേട് എന്നതാണെങ്കിൽ ഞാൻ ഈ കാലത്ത് കണ്ട ഏറ്റവും അശ്ലീലമായ ഫേസ്ബുക്ക് പോസ്റ്റ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റേതാണ്. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. 2006 മുതൽ 2011 വരെ കേരളം ഭരിച്ച VS അച്യുതാനന്ദ ഗവൺമെന്റ് ലാംഗോ കൊണ്ടപ്പള്ളി എന്ന് പറയുന്ന ഒരു വലിയ കമ്പനി ഇതിന്റെ പ്രോജക്റ്റ് ഏറ്റെടുക്കുന്നു, പിന്നീട് പിന്മാറുന്നു. സൂം ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന കമ്പനി ഇതുമായി ബന്ധപ്പെട്ട് കേരള ഗവൺമെന്റിനെതിരെയും വിഴിഞ്ഞം പോർട്ടിനെതിരെയും കേസ് കൊടുക്കുന്നു. ഈ കേസും നൂലാമാലകളും ഒക്കെ പരിഹരിച്ച് ഈ പദ്ധതിക്ക് അതിവേഗം മുമ്പോട്ട് പോകാൻ കുതിപ്പ് നൽകിയതിന്റെ തുടക്കം VS ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു. അതിനുശേഷം കേരളം കണ്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുന്നു. ഈ പദ്ധതിക്ക് അനുമതി നൽകിയത്, വസ്തു ഏറ്റെടുത്തത്, പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി നൽകിയത്, അദാനി കമ്പനിക്ക് ഇതിന്റെ നിർമ്മാണം കൈമാറിയത്, ഇതിന്റെ പ്രൊജക്ടിന്റെ ആദ്യ ഉദ്ഘാടനം ഇതൊക്കെ നിർവഹിച്ചത് കേരളത്തിന്റെ എക്കാലത്തെയും ജനകീയ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ്. അന്ന് പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്ന പിണറായി വിജയൻ 6000 കോടി രൂപയുടെ അഴിമതി അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയെന്ന് അദ്ദേഹത്തിന് മേൽ ആരോപിച്ചു. ജുഡീഷ്യൽ അന്വേഷണം ഉമ്മൻചാണ്ടി നേരിട്ടു. കടൽ കൊള്ളയെന്നും കാട്ടുകൊള്ളയെന്നും ദേശാഭിമാനി പത്രം എഴുതി. പക്ഷെ അതിനുശേഷം അധികാരത്തിൽ വന്ന പിണറായി വിജയൻ അതേ പദ്ധതിയുമായി മുമ്പോട്ട് പോകുന്നു. അതേ അദാനി ഗ്രൂപ്പിന് കാര്യങ്ങൾ കൈമാറുന്നു. ഇന്നലെ അദാനിയുടെ മുമ്പിൽ വെച്ച് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഇതിന്റെ അവകാശം തന്റെ മാത്രമാണെന്ന് വാഴ്ത്തുപാട്ടുകൾ കൊണ്ട് അടിമകളെ കൊണ്ട് പാടിപ്പിക്കുന്നു. ഇന്നലെ വേദിയിൽ ഉണ്ടായിരുന്ന കേരളത്തിന്റെ സ്പീക്കർ ഷംസീറും മന്ത്രി വാസവനും ഉമ്മൻചാണ്ടിയുടെ പങ്കിനെ പറ്റി സ്മരിച്ചപ്പോൾ കരണധാനി എന്ന ഈ കമ്പനിയുടെ CEO ഉമ്മൻചാണ്ടിയുടെ ഹൃദയവും ആത്മാർപ്പണവുമാണ് ഈ പദ്ധതിക്ക് മുതൽക്കൂട്ടായത് എന്ന് മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലോ ഇന്നലത്തെ പ്രസംഗത്തിലോ കഴിഞ്ഞ മുഖ്യമന്ത്രിമാരെ പറ്റി, തനിക്ക് മുമ്പ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ, ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിച്ച വ്യക്തികളെ ഒന്ന് സൂചിപ്പിക്കുന്നതിനോ അവരുടെ പേര് പരാമർശിക്കുന്നതിനോ തുനിഞ്ഞില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മലിനമായ മനസ്സിന്റെ ഉത്തമ ഉദാഹരണമാണ്. ധാർഷ്ട്യം, ധിക്കാരം, അഹന്ത ഇതൊക്കെ കൈമുതലാക്കിയ വ്യക്തിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. അദ്ദേഹത്തിന് അതിനേക്കാളും കൂടുതൽ മറ്റൊരു ക്വാളിറ്റിയുമുണ്ട് എന്ന് ഇന്നലെ മനസ്സിലായി. അത് പകയാണ്, രാഷ്ട്രീയ പക. രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ഏത് മേഖലയിലും മറ്റുള്ളവരെ അംഗീകരിക്കാനും അവരുടെ ശ്രേഷ്ഠതയെ, അവരുടെ പങ്കാളിത്തത്തെയും പങ്കിനെയും പറ്റി സ്മരിക്കാനും അതിനെ അംഗീകരിക്കാനും കഴിവുണ്ടാകണം. അതാണ് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും മിനിമം ക്വാളിറ്റി എന്ന് വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഈ പദ്ധതി എന്ന് പറയുന്നത് പിണറായി വിജയന്റെ ഉദരത്തിൽ സ്വയംഭൂവായി അദ്ദേഹം 9 മാസം ചുമന്ന് പ്രസവിച്ച പദ്ധതിയല്ല. കഴിഞ്ഞകാല ഗവൺമെന്റിന്റെ, കഴിഞ്ഞകാല മുഖ്യമന്ത്രിമാരുടെ, ആ മന്ത്രിസഭയിൽ മന്ത്രിമാരായിരുന്നവരുടെ, ഇത് ഭരിച്ച ഉദ്യോഗസ്ഥരുടെ, ഇവരുടെ എല്ലാം ആകത്തുകയും പോരാട്ടത്തിന്റെയും ഇച്ഛാശക്തിയുടെയും ഫലമാണ് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായി വിഴിഞ്ഞമെന്ന് ഈ പിണറായി വിജയന് സ്തുതി പാടുന്ന അടിമ കമ്മികളെങ്കിലും ഓർത്തിരിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ.